കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ HSAയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA ഇംഗ്ലീഷ് കിക്ക് ഓഫ് സെഷനാണ്. നമ്മുടെ ആപ്തവാക്യം അൺലോക്ക് യുവർ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണെന്ന്. ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ സിലബസ് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളൊക്കെ സിലബസ് കണ്ടിട്ടില്ലേ? സിലബസ് കണ്ടവരാണ്. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, PG വേണ്ടി വരുമോ, അല്ലെങ്കിൽ PG ഇല്ലാത്തൊരു PG വേണ്ടി വരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ UGCയുടെ അംഗീകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ട്, ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PG ചെയ്തത്, അത് വാലിഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, 2015 വരെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ട്, അത് ആദ്യം തന്നെ ഉണർത്തുകയാണ്. 2015 വരെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അംഗീകാരമുണ്ട്. 15 ശേഷം ആണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി വ്യക്തമായി സർക്കുലർ പറഞ്ഞത്. 2015 ശേഷം അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയോ PGയോ ചെയ്തവർ UGCയുടെ അംഗീകാരം ഇല്ല എന്ന് UGC എടുത്തു പറഞ്ഞിരുന്നു. അത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി കേസിന് പോയി മദ്രാസ് ഹൈക്കോടതി കുട്ടികൾക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അപ്പോൾ UGC ഇപ്പോൾ സുപ്രീം കോടതിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഇനി വരണം, എന്നാലേ 2015 ശേഷം PG എടുത്ത ആളുകൾക്ക് അംഗീകാരമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അംഗീകാരമുണ്ട്. ഓക്കെ, അഡ്മിഷൻ എടുക്കുമ്പോൾ അംഗീകാരം ഉണ്ടായാൽ മതി. മധുരൈ കാമരാജ് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. റജീന പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഭാരതിയാർ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് വ്യക്തമായിട്ട് UGC പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ. അപ്പോൾ ഇനി ആ ഡൗട്ട് ആർക്കും വേണ്ട. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ UGCയുടെ അംഗീകാരം ഉണ്ടോ എന്നാണ് നോക്കുക. അഡ്മിഷന് ശേഷം UGCയുടെ അംഗീകാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അത് വാലിഡ് ആയിരിക്കും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ സിലബസ് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ മൊഡ്യൂൾ 1 റിനേസൻസും ഫ്രീഡം മൂവ്മെൻറ്റുമാണ്. അത് വളരെ വ്യക്തമായ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. സൈലത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് വളരെ ഉഷാറായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ മൊഡ്യൂൾ 1 പാർട്ട് എയിൽ മൊഡ്യൂൾ 1 റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. രണ്ടാമത്തെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ആണ്. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ UPSA പരീക്ഷയൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPSA പരീക്ഷയുടെ ജനറൽ നോളജ് അതേപോലെ തന്നെ അതിലെ കറണ്ട് അഫയേഴ്സ് ഇതൊക്കെയാണ് ഈ മൊഡ്യൂൾ 2ലും വരുന്നത്. അപ്പോൾ ആ ടച്ച് വിടാതെ തന്നെ ഈ ഒരു കാര്യം കൊണ്ടുപോവുക. ഇതിൽ നിന്നും ചോദ്യം വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ എന്ത് ചെയ്യണ്ട, ഒരു സെക്കൻഡ് നമ്പർ ആക്കി മാറ്റണ്ട. ഓക്കെ, അത് പ്രത്യേകം കാര്യം മനസ്സിലാക്കി തരികയാണ്. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും മൊഡ്യൂൾ 2ൽ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയൂല. ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് തലങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനപ്പുറം നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു മുന്നോട്ട് പോകണം. ഓക്കെ, ആർക്കെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടോ? വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സ്വേദനോട് ഒന്ന് കമൻറ്റ് ചെയ്യൂ മക്കളെ. ഒന്ന് ബാക്ക് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ. ഒന്ന് കമൻറ്റ് ചെയ്യൂ. നസീബ ടീച്ചറെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയൂ. ആർക്കെങ്കിലും വീഡിയോ കിട്ടാത്തവരുണ്ടെങ്കിൽ, എന്നെ കാണാത്തവരുണ്ടെങ്കിൽ അവരോട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറയൂ. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കിവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 റിനേസൻസ് ആണ്, മൊഡ്യൂൾ 2 ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ആണ്. ക്ലിയർ ആയല്ലോ? അതൊക്കെ പറഞ്ഞുതരും.
പിന്നെ മൊഡ്യൂൾ ത്രീ എന്തുള്ളത്? മൊഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഓഫ് സബ്ജക്റ്റ് ആണ്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഓഫ് സബ്ജക്റ്റ് ആണ് മൊഡ്യൂൾ 3. മനസ്സിലായ? മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഓഫ് ദ സബ്ജക്റ്റ്. അത് മൻസൂർ സാർ ആയിരിക്കും. ഇതെല്ലാത്തിൻ്റെയും കോമൺ ആണ്. മൻസൂർ സാറ് നിങ്ങൾക്ക് ക്ലാസ് എന്ത് ചെയ്യും? അതിൻ്റെ മട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ. അങ്ങനെ പാർട്ട് എയിലെ 20 മാർക്കിനാണ് സാധാരണ ചോദിക്കുക. 20 മാർക്കിനാണ് സാധാരണ ചോദിക്കുക. അതായത് റിനേസൻസ്, അതേപോലെ തന്നെ മെത്തഡോളജി, അതേപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിൽ നിന്ന് 20 മാർക്കിനാണ് സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളത്. 20 മാർക്കിനാണ്. 20 മാർക്ക്. ഈ പാർട്ട് എ 20 മാർക്കാണ്. ഓക്കെ. പാർട്ട് എ 20 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ LP പരീക്ഷയ്ക്ക് ഞാൻ വിശദമായി പറഞ്ഞു തന്നിരുന്നു. CCE, അതേപോലെ ഗ്രേഡിംഗ് ടൂൾസും ടെക്നിക്സും, ലബോറട്ടറി, ലൈബ്രറി ക്ലബ്ബ്, മ്യൂസിയം, വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ. പിന്നെ NCFും KCF, പെഡഗോജിക് അനാലിസിസ്, നീഡ് സിഗ്നിഫിക്കൻസ് പ്രിൻസിപ്പിൾസ്, പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ഓഫ് ദ സബ്ജക്റ്റ്, ഇംപ്ലിക്കേഷൻ ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോഡ്സ്കി, ഓസ്ബെല്ലെ ആൻഡ് ഗാർഡ്നർ, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ നിങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത് വരുന്നത്. 20 മാർക്കിനാണ് ഈ ഭാഗവുമായി പാർട്ട് എയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ സിലബസിലൊക്കെ അങ്ങനെയായിരുന്നു. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? കഴിഞ്ഞ സിലബസിലൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സിലബസ് നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ആ സിലബസ് അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങൾ സ്റ്റഡി പ്ലാന് നടത്തേണ്ടത് ആ സിലബസ് അനുസരിച്ചായിരിക്കണം. ഓക്കെ. 20 മാർക്കിനാണ് ഏകദേശം പാർട്ട് എയിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ. ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇന്ന് ക്ലാസ് തുടങ്ങുന്നില്ല. ഏത് രീതിയിൽ അവർ ചോദ്യമിടാം. കഴിഞ്ഞ HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും കഴിഞ്ഞ HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. ഒരു സർഫസ് ലെവലിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മനസ്സിലായ? കഴിഞ്ഞ HSI നിങ്ങൾ എഴുതിയവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത കുറെ ചോദ്യങ്ങൾ വന്നു. ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു കഴിഞ്ഞ HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഓക്കെ. ഗുഡ് ഈവനിങ്. പിന്നെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 പോയട്രിയാണ്. അതായത് ഷേക്സ്പിയർ, സോണറ്റ് 121, ഡോൺ, മിൽട്ടൺ, ഗ്രേ, വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ടെന്നീസൺ, ബ്രൗണിംഗ്, ആർണോൾഡ്. ഓക്കെ. അതിൽ ഏതൊക്കെയെന്ന് വെച്ചാൽ ഡോണിന്റെ വാലിഡിക്ഷൻ, ഫോർബിഡിംഗ് മോർണിംഗ്, ഇതൊക്കെ നമ്മൾ PGക്കും ഡിഗ്രിക്കൊക്കെ പഠിച്ചതാണ്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാട്, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാട് ഞാനൊക്കെ ഡിഗ്രി ഫൈനൽ ഇയറിന് പോയട്രിയിൽ പഠിച്ചതാണ്. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാട് തോമസ് ഗ്രേന്റെ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പിന്നെ ടിൻറ്റൺ എബ്ബെ, ടു എ സ്കൈലാർക്ക്, ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ, ഉലീസസ്, മൈ ലാസ്റ്റ് ഡച്ചസ്, ഡോവർ ബീച്ച്. കഴിഞ്ഞ HSIയിൽ വന്നൊരു ചോദ്യമായിരുന്നു. ഞാൻ ആ ചോദ്യം ഇവിടെ നിന്ന് എഴുതാം. അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പറയണം. ആ ചോദ്യം ഇവിടെ എഴുതാം. ഓഡ് ടു എ സ്കൈലാർക്ക് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസാസ്. ഓക്കെ. ഈ ചോദ്യത്തിന് ഉത്തരങ്ങളൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാവും. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ കിട്ടും. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതുണ്ടോ? ഓഡ് ടു എ സ്കൈലാർക്ക് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസാസ് എന്നാണ് പറഞ്ഞത്. ഓഡ് ടു എ സ്കൈലാർക്കിൽ എത്ര സ്റ്റാൻസാസ് ആണ് ഉള്ളത് എന്ന് ആ എണ്ണമാണ് ചോദിച്ചത്. കണ്ടോ? ഇത് കഴിഞ്ഞ HSIയുടെ ഒരു ചോദ്യമായിരുന്നു. ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓഡ് ടു എ സ്കൈലാർക്കിൽ എത്ര സ്റ്റാൻസാസുകൾ ഉള്ളതാണ് എന്നാണ് ചോദിച്ചത്. എത്ര സ്റ്റാൻസകൾ ഉണ്ട്? അപ്പൊ സ്റ്റാൻസയുടെ എണ്ണം വരെ
എന്ത് ചെയ്യുന്നുണ്ട്, PSC ചോദിക്കുന്നുണ്ട്, സ്റ്റാൻസിയുടെ എണ്ണം വരെ ചോദിക്കുന്നുണ്ട്. ഒരാൾ മാത്രമേ ഇപ്പം കമൻറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരാൾ മാത്രമേ ഇപ്പം കമൻറ്റ് ചെയ്തിട്ടുള്ളൂ, അതും 21 എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര ഡിഗ്രിക്കുണ്ടായിരുന്നു? ഓഡിറ്റോറിയം സ്കൈലാർക്ക് ഉണ്ടായിരുന്നു, ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അതിൽ എത്ര സ്റ്റാൻസ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, അതിൽ എത്ര സ്റ്റാൻസകൾ ഉണ്ട് എന്ന്. വരട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാണ്. ഒരു ടീച്ചർ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയല്ലോ, നേരിട്ട് വന്നുകൊണ്ട് ടീച്ചർ ക്ലാസ് തുടങ്ങാൻ പാടില്ലല്ലോ. ആദ്യം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെയല്ലേ ഞാൻ നിങ്ങളൊക്കെ ലെസൺ പ്ലാൻ എഴുതിയത് അല്ലേ? അപ്പോൾ ഓഡിറ്റോറിയം സ്കെയിലാർക്കിന് 21 സ്റ്റാൻസയാണുള്ളത്. 21 സ്റ്റാൻസയാണുള്ളത്. 21. ഇത് കഴിഞ്ഞ HSIയുടെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയട്രി നിങ്ങൾ പഠിക്കുമ്പോൾ ആ പോയട്രി ആ കവിതയ്ക്ക് അല്ലെങ്കിൽ ആ പോയത്തിന് എത്ര സ്റ്റാൻസയുണ്ട്, അതിലെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്, ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് കീറി മുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഷേക്സ്പിയറിന്റെ, ഡോണിന്റെ, മിൽട്ടന്റെ, ഗ്രാൻഡ്, വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ടെന്നീസൺ, ഡ്രോണിംഗ്, അർണോൾഡ്, അതേപോലെ തന്നെ ഈറ്റ്സിൻ്റെത് എ പ്രയർ ഫോർ മൈ ഡോട്ടർ, അതേപോലെ സിൽവിയ പ്ലാത്തിന്റെ ഡാഡി, ടാഗോറിന്റെ നിസിമെഷ്കിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, ഇന്ത്യൻ പോയറ്റാണ് നിസിമെഷ്കിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാനൊക്കെ കേരള സിലബസിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. 8ാം ക്ലാസ്സിലാണ് എൻ്റെ ഓർമ്മ, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ നല്ല മഴയുള്ള സമയത്ത് അമ്മയെ ഒരു തേള് കുത്തുന്നു. തൻ്റെ ഭർത്താവ് ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ തേള് കുത്തിയതിന് പുറമെ ഈ അമ്മയെ ഇടങ്ങാറാക്കുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ. ലാസ്റ്റ് അമ്മയുടെ വാക്ക്, ആ തേള് എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത്, എൻ്റെ കുട്ടിയെ വെറുതെ വിട്ടല്ലോ എന്ന്. ആ തേള് കുത്തിയതിന്റെ വേദന ഇങ്ങനെ മാറുന്ന സമയത്ത് അമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ആ തേള് എന്നെ, താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി, ആ തേള് എന്നെ തെരഞ്ഞെടുത്തു, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ എന്ത് ചെയ്തു, വെറുതെ വിട്ടല്ലോ എന്ന് ആ ഉമ്മ പറയുന്ന വർത്താന, മാതൃത്വം അല്ലേ. അതാണ് നിസിമെഷ്കിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അതേപോലെ കമലാദാസിന്റെ an ഇൻട്രൊഡക്ഷൻ, AK രാമാനുജൻ ഒബിച്വറി, റോബർട്ട് ഫ്രോസ്റ്റ് ഹോം ബറിയൽ, എമിലി ഡിക്കിൻസിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഹോൾ സോയിങ്ക, മീന അലക്സാണ്ടർ, മാർഗരറ്റ് അറ്റ്വുഡ്, ഡേവിഡ് ഡിയോപ്പ്, ജാക്ക് ഡേവിസ്. ഓക്കെ, ഈ ഭാഗം നിസാം സാർ ആയിരിക്കും കൈകാര്യം ചെയ്യുക. നിസാം സാർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഭാഗം കൈകാര്യം ചെയ്ത് തരിക. അപ്പോൾ ഈ നിലക്ക് സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ സാറ് പഠിപ്പിച്ചത് മാത്രമല്ല, നിങ്ങളെന്താണ് നിങ്ങളെ ഭാഗത്ത് നല്ലോണം എഫേർട്ട് ഇടണം. ഏകദേശം നമുക്ക് ഒരു കൊല്ലം നിങ്ങളുടെ മുൻപിലുണ്ട്. ബഹുമാനമുള്ള ടീച്ചർമാരെ, ഒരു കൊല്ലം നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ വളരെ ചിട്ടയോടുകൂടി നിങ്ങളിത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ക്രാക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ടീച്ചിങ് എക്സാംസ് ആണ്. ടീച്ചിങ് എക്സാംസിൽ അവനവന്റെ സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും സിമ്പിള്. കാരണം നമ്മൾ അതിൽ PGയും B.Ed ഒക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ ഡിഗ്രിക്കും PGക്കും പഠിച്ച കാര്യങ്ങളാണ് പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ആ കാര്യത്തിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവ് നമുക്ക് കിട്ടും അല്ലേ. ഇതന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ ടീച്ചർമാരായി മാറുന്നത്. അപ്പോൾ ഏറ്റവും ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ടീച്ചിങ് എക്സാമിൽ, പ്രത്യേകിച്ച് HSST പോലത്തെ പരീക്ഷകളാണ്. ഒന്ന് മെനക്കെട്ടിരുന്നാൽ ഒരു കൊല്ലം നിങ്ങളെ മുൻപിലുണ്ട്. നിങ്ങളിപ്പോ പഴയത് ആലോചിച്ച് കാണാൻ എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടണ്ട. അപ്പൊ UP നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ചില ആളുകൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ചില ആളുകൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തവരുണ്ട് UP പരീക്ഷകൾക്കൊക്കെ. പക്ഷെ അതിലൊന്നും നിങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യാത്ത, വെറുതെ ഡെസ്പായിരിക്കാതെ അടുത്ത വരാനിരിക്കുന്ന ഈ HS വേണ്ടി ഞാൻ ഈ HS പിടിക്കും, എനിക്ക് HS വേണം എന്നുള്ള ആ ചിന്താഗതിയോട് കൂടി നിങ്ങൾ ഇരുന്നാൽ നിങ്ങളെ കയ്യിൽ ഇത് ഈസി ആയിട്ട് വരും. നല്ല റാങ്കോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ജോലിയിൽ കയറാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. പിന്നെ പാർട്ട് 2 മൊഡ്യൂൾ ഡ്രാമയാണ്. ഡ്രാമ ഷേക്സ്പിയറിന്റെ മാക്ബത്ത്, ഷെറിഡിയന്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ, ഓസ്കാർ വൈൽഡിന്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, ഇബ്സന്, ഷാ, ജെയിംസ് സിംഗ്, സാമുവൽ ബെക്കറ്റ്, ആർതർ മില്ലർ,
ടെന്നീസി വില്യംസ്, ഗിരീഷ് കർണാട്. ഇവരെ ഡ്രാമ കൈകാര്യം ചെയ്യുന്നത് സുമി മിസ് ആയിരിക്കും. സുമി മിസ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, മാക്ബത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്കൂൾ ഫോർ സ്കാൻഡൽ ഇതൊക്കെ PGക്ക് പഠിച്ചതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? ഇത് ഒരു 90% PG കമ്പൽസറി ആകൂല. അത് 2030 വർഷത്തിലേക്കാണ് ആ നിയമം ഭേദഗതിയായിട്ട് മാറുക. ലയനം 2030 ഉണ്ടാവുക. അങ്ങനെ ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ഈസ് ദ ലാസ്റ്റ് HSA ഫോർ യു. നിങ്ങൾക്കുള്ള അവസാനത്തെ HSA ആണ്. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യം ഇപ്പൊ ചിന്തിച്ചു കാണ്ട് എന്ത് ചെയ്യണ്ട, വെറുതെ ടെൻസ്ഡ് ആകണ്ട. ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചിട്ട് വെറുതെ ടെൻസ്ഡ് ആകണ്ട. നിലവിലൊരു കാര്യം ഭേദഗതി നടത്താൻ സമയമെടുക്കും. അങ്ങനെ ആയാൽ ഇത് നിങ്ങളുടെ അവസാനത്തെ HSA ചാൻസ് ആണ്. 2030 നിയമങ്ങളൊക്കെ വരാന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ എന്ന് കരുതി ഇനി PG ഒന്നും ചെയ്യാതെ നിൽക്കണ്ട. ഏതെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് UGCയുടെ അപ്രൂവലുള്ള എന്ത് ചെയ്യുക, ഒരു PG നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അതൊക്കെയാണ് ചെയ്യാൻ. മടി പിടിച്ചിങ്ങനെ ഇരിക്കണ്ട. ഡിസ്റ്റൻസ് ആയിട്ടുള്ള UGCയുടെ അപ്രൂവലുള്ള എന്തെങ്കിലും ഒരു PG നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, PG ഇല്ലാത്തവരാണെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് ചെയ്യുക. ഡ്രാമ സുമി മിസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, പിന്നെ പ്രോസ് ആൻഡ് ഫിക്ഷന് നമ്മളെ ഫ്രാൻസിസ് ബേക്കൺ ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്. Francis Bacon studies serve for 3 purposes are there. First one is delight and second one is ornaments and third one is ability എന്നൊക്കെ പറയുന്ന നമ്മൾ ഓഫ് സ്റ്റഡീസ് ഉണ്ടല്ലോ. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഓഫ് സ്റ്റഡീസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഓഫ് സ്റ്റഡീസ്? ഫ്രാൻസിസ് ബേക്കന്റെ. ഹി ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ. അദ്ദേഹമല്ല പറഞ്ഞത് വായന ഒരു മനുഷ്യനെ മുഴുവനായ മനുഷ്യനാക്കി മാറ്റുന്നു. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഓഫ് സ്റ്റഡീസ് ഫ്രാൻസിസ് ബേക്കന്റെ? പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളെ ആദ്യം പഠിച്ചു പോയതാണ്. അപ്പൊ ഇനി ഇതൊക്കെ ഒന്നൊരു പൊടി തട്ടി എടുത്താൽ മതി. പ്രോസ് ആൻഡ് ഫിക്ഷൻ, സ്റ്റീലിന്റെ ദ ട്രംപറ്റ് ക്ലബ്ബ്, AG ഗാർഡിനറിന്റെ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, EM ഫോറസ്റ്റിന്റെ ഓൺ ടോളറൻസ്, അതേപോലെ ബെർട്രാൻഡ് റസലിന്റെ ഫംഗ്ഷൻ ഓഫ് എ ടീച്ചർ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഹ്യൂമാനിറ്റീസ് വേഴ്സ് സയൻസ്, എമിലി ബ്രോണ്ടിന്റെ വിതറിംഗ് ഹൈറ്റ്സ്, ജോർജ് ഓൾവന്റെ ആനിമൽ ഫാം, ഹെമിംഗ്വേന്റെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, സെഷിൽ ഡെസ്വാനിന്റെ റൂട്ട്സ് ആൻഡ് ഷാഡോസ്, അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഒക്കെ നമ്മൾ ഡിഗ്രിയുടെ ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചതാണ്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, അരുന്ധതി റോയ്, ടോണി മോറിസന്റെ ദ ബ്ലൂവസ്റ്റ് ഐ. ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കും. പ്രോസ് ആൻഡ് ഫിക്ഷൻ കൈകാര്യം ചെയ്യുന്നത് സുമി മിസ് ആണ്. സുമി മിസ് മനസ്സിലായല്ലോ? അപ്പോ ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് തരുന്നത് അവർ തരും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അത്രേ പറയാനുള്ളൂ. ഈ HSAയിൽ നിങ്ങൾ ആദ്യത്തെ 50ന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത്രേ പറയാനുള്ളൂ. ആദ്യത്തെ 50ന്റെ ഉള്ളിൽ പല ജില്ലകളിലായിട്ടും നിങ്ങൾ ഉണ്ടായിരിക്കണം. അത്രേ പറയാനുള്ളൂ. അത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനിനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് ജോലി വാങ്ങണം, ഈ 50ന്റെ ഉള്ളിൽ ഞാൻ വാങ്ങും. ആ ഒരു തീരുമാനങ്ങൾ എടുത്താൽ മതി. ഓക്കെ, പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ആണ്. ലിറ്റററി ക്രിറ്റിസിസം നിസാം സാറാണ് എടുക്കുക. നിസാം സാറാണ് ലിറ്റററി ക്രിറ്റിസിസം എടുക്കുക. ഇത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 പഠിച്ചത് തന്നെയാണ്. സിലബസിൽ പഠിച്ചത് തന്നെയാണ്. ഔട്ട് ഓഫ് സിലബസ് വരുന്നുണ്ടോ സാറിന്? അത് സിലബസിലുള്ളത് ഷൗക്കിയ ഫൈം ടീച്ചർ ആ സിലബസിലുള്ളത് ചോദിക്കട്ടെ, എന്നിട്ട് ഔട്ട് ഓഫ് സിലബസിക്ക് പോകാം ട്ടാ. സിലബസിലുള്ളത് ആദ്യം ചോദിക്കട്ടെ, എന്നിട്ട് ഔട്ട് ഓഫ് സിലബസിക്ക് നമുക്ക് പോവാം. ലിറ്റററി ക്രിറ്റിസിസം നിസാം സാറാണ് കൈകാര്യം ചെയ്യുക. ഓക്കെ, ടേംസ് ആൻഡ് മൂവ്മെന്റ്, സോഷ്യർ, എലിയോട്ട്, ആർണോൾഡ്, കോളറിഡ്ജ്, വേർഡ്സ്വർത്ത്, അരിസ്റ്റോട്ടിൽ, ധ്വാനി, റസ, വിലക്കല്ലേ, ഇത് നിസാം സാറാണ് കൈകാര്യം ചെയ്യുക. പിന്നെ ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്.
ലിംഗ്വിസ്റ്റിക് ഫൊണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ആണ് മൊഡ്യൂൾ 5. ഇത് എടുക്കുക, ഫാരിസ് ആൻഡ് നിസാം ആയിരിക്കും. ഫാരിസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ മുമ്പിൽ ഇരിക്കണ ഈ വ്യക്തി. ഫോണോളജി എന്താണ്, മോർഫോളജി എന്താണ്, സിൻടാക്സ്, സെമാൻറ്റിക്സ്, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഓർഗാൻസ് ഓഫ് സ്പീച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഇന്ത്യൻ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡ്സ്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച്, ഇന്ത്യൻ, ഇംഗ്ലീഷസ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ. ഓക്കെ, ഇത് ഞാനും അതേപോലെ നിസാം സാറുമാണ് ഇരിക്കുക. ഇതിൽ ഞാൻ പലതും ഈ കഴിഞ്ഞ UP പരീക്ഷയ്ക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇരുന്നവരല്ലേ? UPSC പരീക്ഷയ്ക്ക് നിങ്ങളിവിടെ പഠിച്ചവരാണോ? ഇതിൽ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, ഓർഗാൻസ് ഓഫ് സ്പീച്ച്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചതായിരുന്നു അല്ലേ? ഇനി അതിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ആയിട്ട് ഒന്നുകൂടി കോണ്ടന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിപ്പിക്കാനാണ് ഇനി ഉദ്ദേശം. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിച്ച് ആ രീതിയിൽ. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൊഡ്യൂൾ 5 മുതൽ കഴിഞ്ഞ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോ മൊഡ്യൂൾ 5 to 9, 5 മുതൽ 9 വരെ, ആ 5 മുതൽ 9 വരെയുള്ള മൊഡ്യൂളാണുള്ളത്. അതിൽ 36 മാർക്കിനാണ് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദിച്ചത്. 36 മാർക്കിന്. ഓക്കെ, 36 മാർക്കിനാണ് 5 മുതൽ 9 വരെയുള്ള മൊഡ്യൂളിൽ നിന്ന് 36 മാർക്കിനാണ് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ചത്. 36 മാർക്ക്, 36 മാർക്ക്. ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോൾ കണ്ടതാണ്. 36 മാർക്കാണ് 5 മുതൽ 9 വരെയുള്ള ഭാഗത്ത് നിന്ന് കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. 36 മാർക്ക്, 36 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 36 മാർക്ക് 5 മുതൽ 9 വരെയുള്ള മൊഡ്യൂളുകളിൽ നിന്ന് 36 മാർക്കിനാണ് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് നിർണയിക്കുന്നത് ഈ മൊഡ്യൂളുകളായിരിക്കും. നിങ്ങളുടെ റാങ്ക് നിർണയിക്കുന്നത് ഈ മൊഡ്യൂളുകളായിരിക്കും. കാരണം പോയട്രി, അതേപോലെ തന്നെ ക്രിറ്റിസിസം, അതേപോലെ ഡ്രാമ, അതേപോലെ തന്നെ പ്രോസ് ആൻഡ് ഫിക്ഷൻ, ഇതൊക്കെ നമ്മൾ PGക്കും ഡിഗ്രിക്കും പഠിച്ചതാണ്. അപ്പൊ ആ ഭാഗത്തിൽ നിന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്നാൽ 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതെന്താണ്, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നിന്നാണ് കഴിഞ്ഞ HSAക്ക് 36 മാർക്കിന് വന്നത്. കഴിഞ്ഞ HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചിട്ടാണ് ഈ പറയണത്. അപ്പൊ ഈ ഭാഗം മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഈ മാർക്ക് നമുക്ക് പോകും. അതാണ് ഇവിടെ പറയാനുള്ളത്. സിലബസ് എവിടെ നിന്ന് കിട്ടുന്നത്? സിലബസ് നെറ്റിലുണ്ട് ടീച്ചർ ജസീന, നെറ്റിലുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് സിലബസ് അതിലിട്ട് തരും. ഇവിടെ നമ്മളെ HSAയുടെ ടെലഗ്രാം ചാനലിൽ ആഡ് ആയിക്കോളൂ. ടെലഗ്രാം ചാനലിൽ ആഡ് ആവൂ. അപ്പൊ അതില് സിലബസ് ഇട്ട് തരും. ആ ഗ്രൂപ്പിൽ സിലബസ് ഇട്ട് തരും. ഓക്കെ, അന്നാസിസ്, അതൊന്നും പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാക്കളെ പഠിപ്പിക്കും. ലിംഗ്വിസ്റ്റിക് ആണ് സാർ ബുദ്ധിമുട്ട്, അതൊന്നും പ്രശ്നമില്ല, എന്നാൽ പഠിപ്പിച്ചു തരും. അതാണ് പഠിച്ചത്. അത് നമ്മൾ തരുന്നത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അതിന് നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമ്മുടെ കയ്യിൽ HSA ഇംഗ്ലീഷ് നിങ്ങളെ കയ്യിലുണ്ടാവും. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് ഭാവിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറോ അധ്യാപികയൊക്കെയാണ്, അതൊക്കെ സമ്മതിച്ചു. ഒരു സർക്കാർ സർവീസിൽ നിങ്ങൾക്ക് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ട് ഇരുന്നാൽ മതി. ഒരു കൊല്ലം നമ്മുടെ മുൻപിൽ സമയമുണ്ട്. ഒരു കൊല്ലം ഇഷ്ടം പോലെ സമയമുണ്ട്. 2025 വിളിച്ചിട്ട് 2026 എക്സാം നടത്തുക. അതാണ് ഈ പറയണത്. ഒരു കൊല്ലം നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. പിന്നെ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ് അടുത്ത മൊഡ്യൂൾ 6. അതെ, കഴിഞ്ഞ HSA കൂടുതൽ നെഗറ്റീവ് ആയത് ഈ ഭാഗമാണ്.
അതെ, ഈ ഭാഗം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിൽ വരില്ല എന്ന് ഉറപ്പാണ്. ഉണ്ട് നമ്മൾ സൈലം മേക്ക് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട്, ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഗ്രൂപ്പ്, ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പ് ഉണ്ടോ സാർ? അത് നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ നിലവിലില്ല. ക്ലാസ് തുടങ്ങിയ ശേഷം ഓരോ അധ്യാപകർ എന്ത് ചെയ്യും, ഒരു ചാനൽ ഉണ്ടാക്കും, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ. മൊഡ്യൂൾ 6 മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, സെന്റൻസ് കറക്ഷൻ. അതായത് ഗ്രാമർ ഭാഗമാണ്. ഒരു സെന്റൻസ് തന്നിട്ട് സ്പോട്ട് എറർ ചോദിക്കും, അതിൽ ഏത് ഭാഗത്താണ് തെറ്റ് എന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. സെന്റൻസ് കറക്ഷൻ. അതേപോലെ തന്നെ വൊക്കാബുലറി, അതേപോലെ സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, വൺ വേർഡ്, കൺഫ്യൂസ്ഡ് വേർഡ്സ്, അതേപോലെ ലാംഗ്വേജ് ഫങ്ഷൻസ്, എഗ്രീയിങ് കംപ്ലൈനിങ്, ലാംഗ്വേജ് ഫങ്ഷൻസ് ഉണ്ടാവും, അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ ഉണ്ടാവും, അപ്രോപ്രിയേറ്റ് സെന്റൻസ് ഓർഡർ ഉണ്ടാവും, ഇഡിയംസ് ഉണ്ടാവും, പാസേജ് ഫോർ കോംപ്രഹെൻഷൻ ഉണ്ടാവും, പാസേജ് ഫോർ കോംപ്രഹെൻഷൻ. ഓക്കെ. ഇത് എടുക്കുന്ന അധ്യാപകന്റെ പേര് ഫാരിസ്. ഇതെടുക്കുന്ന അധ്യാപകന്റെ പേര് ഫാരിസ്. ഫാരിസ് തന്നാൽ താങ്കളെ മുമ്പിൽ ഇരിക്കണ ഈ ചങ്ങായി, ഈ ആള്. ഓക്കെ. Sentence correction, vocabulary, synonyms and antonyms, give one word, commonly confused words, language functions such as agreeing, complaining, appropriate word order, appropriate sentence order, idioms, passage for comprehension. ഓക്കെ. ഇത് ഫാരിസ് ആയിരിക്കും എടുക്കുക. ഇനി മൊഡ്യൂൾ 7. മൊഡ്യൂൾ 7 ബേസിക് ഗ്രാമർ, ആർട്ടിക്കിള്, പ്രിപ്പോസിഷൻസ്, ക്ലോസസ്, ടെൻസസ്, ഫ്രേസൽ വെർബ്സ്, കൺജങ്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. ഇതെടുക്കുന്ന അധ്യാപകന്റെ പേര് ഫാരിസ്. ഫാരിസ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് പോകരുത്. ഞാൻ പറഞ്ഞു, അവസാനത്തെ മൊഡ്യൂളുകളാണ് നിങ്ങൾ ഏത് റാങ്കിലാണ് എത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അവസാനത്തെ മൊഡ്യൂളുകളാണ് നിങ്ങൾ ഏത് റാങ്കിലാണ് എത്തേണ്ടത് ഞാൻ തീരുമാനിക്കാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ HSAക്ക് 36 മാർക്കാണ് ഈ 3 മൊഡ്യൂളുകളിൽ നിന്ന് വന്നത്. മൊഡ്യൂൾ 7. ഓക്കെ. ഇനി അവസാനത്തെ മൊഡ്യൂൾ 8. 8 മൊഡ്യൂളേ ഉള്ളൂ. അവസാനത്തെ മൊഡ്യൂള് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. അവസാനത്തെ മൊഡ്യൂൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ്. അതിൽ ഒന്നാമത്തെ സ്കൂൾസ്, ബിഹേവിയറിസം, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം. അടുത്ത സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അടുത്തത് മൂന്നാമത്തെ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. അതേപോലെ സ്റ്റീഫൻ ക്രേഷനെ കുറിച്ച് പഠിക്കണം. ലാംഗ്വേജ് അക്വിസിഷൻ എന്താണ്, അതേപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത് നാലാമത്തെ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ച്. UP പരീക്ഷയ്ക്ക് ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങളെ UP പരീക്ഷയ്ക്ക് ഞാൻ പഠിപ്പിച്ചെന്നാണ്. പക്ഷെ ഭാഗ്യമില്ലാതായി പോയി. എന്താ ചെയ്യാ? എന്താണ് മെത്തേഡ്സ് ഓഫ് അപ്രോച്ച്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്. ഓക്കെ. ഇത് ഇനി അടുത്തത് അഞ്ചാമത്തെ യൂസ് ഓഫ് AV എയ്ഡ്സ് ആൻഡ് ICT. ആറാമത്തെ ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി ആൻഡ് ഗ്രാമർ. ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി ആൻഡ് ഗ്രാമർ ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഏഴാമത്തെ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, അതായത് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. എട്ടാമത്തെ ലേണർ ടൈപ്സുകൾ. ഒൻപതാമത്തെ ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസേബിലിറ്റി.
10ാമത്തെ NCF KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഈ NCF ഓഫ് KCF ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് മെത്തഡോളജിയിലുണ്ട്. ഇതെടുക്കുന്ന അധ്യാപകന്റെ പേര് ഫാരിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂളിൽ ഉള്ളത്. ഇതാണ് നമ്മുടെ HSA. അതായത് കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ സിലബസ് വെച്ചിട്ടാണ് HSAയുടെ പരീക്ഷ നടന്നത്. അപ്പൊ ഇനി വരാനിരിക്കുന്ന HSAയുടെ പരീക്ഷയും ഈ സിലബസ് ആയിരിക്കുമെന്നാണ് ഒരു 99% സാധ്യത. ഓക്കെ, ഇതാണ് നമ്മുടെ HSA. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. അപ്പോ പോയട്രിയും ക്രിറ്റിസിസവും നിസാം സാർ എടുക്കുന്നു. അതേപോലെ തന്നെ ഡ്രാമയും പ്രോസും ആൻഡ് ഫ്രിക്ഷനും സുമി മിസ് എടുക്കുന്നു. ലിംഗ്വിസ്റ്റിക് ഭാഗം ഞാനും നിസാം സാർ എടുക്കുന്നു. പിന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷും ബേസിക് ഗ്രാമറും അതേപോലെ തന്നെ മോഡേൺ ഇംഗ്ലീഷ് യൂസേജും ഈ 3 അവസാനത്തെ അത് എന്ന് പറഞ്ഞാൽ 6, 7, 8, 6, 7, 8 ഈ 3 മോഡൽ കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നു. ഇനി എന്താണ് നിങ്ങളുടെ ഡൗട്ട്? ചോദിച്ചോളൂ. ഇനി എന്താണ് ഡൗട്ട്? പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ PG ഇല്ലാത്തവരൊന്ന് കമന്റ് അയക്കുക. PG ഇല്ലാത്തവരുണ്ടെങ്കിൽ അവര് PG എന്തായാലും എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ആയിട്ടൊന്ന് ചെയ്യണം. ചെയ്യാതിരിക്കരുത്. PG MA ഇംഗ്ലീഷ് ഒന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണം. അത് കേരളത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി അതേപോലെ മധുരൈ കാംബ്രേജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. പാർട്ട് എ മെത്തഡോളജി മൻസൂർ സാർ ആയിരിക്കും എടുക്കുക. മറ്റേ GK പാർട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എടുക്കും. ഓക്കെ, അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റേസൻസും അതേപോലെ തന്നെ ജനറൽ നോളജും അതെ മൊഡ്യൂൾ അതെ പാർട്ട് അതെ പാർട്ട് എ എന്നുള്ളത് കോമൺ ക്ലാസ് ആയിരിക്കും. മനസ്സിലായോ? അഞ്ജു HSAക്ക് വേണ്ടി സാറിന് വേറെ ചാനൽ ഉണ്ടോന്ന്? നിലവിലില്ല, ചാനൽ ഉണ്ടാക്കും. അപ്പൊ നീതു, പ്രവിത, അഞ്ജിത, നിങ്ങൾക്ക് ഇപ്പോൾ എന്തല്ല HSA എഴുതാൻ PG ബാധകമാകില്ല. പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് PG ആവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിസ്റ്റൻസ് PGക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്താൽ നന്നാവും. നിർബന്ധമില്ല, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡിസ്റ്റൻസ് PGക്ക് രജിസ്റ്റർ ചെയ്യാൻ നന്നാവും. രജിസ്റ്റർ ചെയ്താൽ നന്നാവും. എന്നാൽ പെട്ടെന്ന് 2030 ആകുമ്പോഴേക്കും നമ്മൾക്ക് ഒരു PG നമ്മളെ കയ്യിലാകും. 2 വർഷമല്ലേ ഉള്ളൂ. സിലബസ് മാറാൻ ചാൻസ് ഉണ്ടോ സാർ? നിലവിൽ ഒരു ചാൻസും ഇല്ല. സിലബസ് മാറാൻ ചാൻസ് ഇല്ല. കാരണം അവസാനത്തെ ഒരു HSA വിളിക്കാൻ ആയതുകൊണ്ട് സിലബസ് മാറാൻ ഇനി ചാൻസ് ഇല്ല. ഇഗ്നോയിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നു സാർ. വെരി ഗുഡ്. ഇഗ്നോയിലെ PG വളരെ ഉഷാറാണ്. ഒരു UGC അപ്രൂവൽ ആയ PG മതി. ഇതാണ്. ഇനി അടുത്തത് എന്താ? അപ്പൊ നമ്മളെ സിലബസിനെ കുറിച്ചൊക്കെ മനസ്സിലായില്ലേ മക്കളെ? അതൊക്കെ കോമൺ ആണ്. അനാലിസിസ് അതൊക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സിലബസിൽ മെൻഷൻ ചെയ്ത പോയട്രീസ് എല്ലാം PDF എടുക്കേണ്ടി വരുമോ? PDF എടുത്താൽ വളരെ ഉപകാരമാവും പ്രവിത. PDF എടുത്താൽ വളരെ ഉപകാരമാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് രീതിയിലും ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ അതിൻ്റെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യം വരെ വന്നേക്കാം. അതുകൊണ്ട് എന്താണ് ഡെയിലി 1 hour ആണ്. രണ്ട് ക്ലാസ് ഡെയിലി ഉണ്ടാവും. 2 ക്ലാസ് ഡെയിലി ഉണ്ടാവും. ഓക്കെ, ഒരു ക്ലാസ് 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഒരു ക്ലാസ് 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഓക്കെ, ഒരു ക്ലാസ് ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ക്ലാസ് ഉണ്ടാവും. രണ്ട് വ്യത്യസ്ത സമയത്ത് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ടൈം ഈവനിങ് അത് അധ്യാപകരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും കേട്ടോ. ക്ലാസ് ടൈം ഒരു ഫിക്സ്ഡ് ടൈം ആക്കാൻ പറ്റുമോ എന്ന് അത് അധ്യാപകരുടെ അവൈലബിലിറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സിലബസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന ക്ലാസ് നോട്ടുകളും നോട്ട്സും അതേപോലെ ക്ലാസ്സസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൈലം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കുക. എക്സ്ട്രാ വായനകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. സിലബസിൽ പറഞ്ഞ പോയംസും അതേപോലെ ഡ്രാമ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ആ ലൈവ് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നിലവിൽ ക്ലാസ് എല്ലാം ലൈവ് ക്ലാസ് ആയിരിക്കും. ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അതന്നെയാണ് പ്ലാന്. ഇതൊരു വ്യക്തമായൊരു സിലബസ് ഉണ്ടായതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അഞ്ജു, ആ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, ടെൻസ്ഡ് ആണ്ട. ഓക്കെ, MCQ ഒക്കെ ഉണ്ടാവും. അവരവരെടുക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് MCQ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ എൻ്റെ മൊഡ്യൂൾ തുടങ്ങുമ്പോൾ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. HSA ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ടി എന്താണ്, നിങ്ങൾക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അത് ഞാൻ തരുന്ന വാക്കാണ്. സിലബസ് PDF അയക്കുമോ? ടെലഗ്രാമിൽ അയക്കാം. ആനന്ദ്, റാങ്ക് ഫയൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? റാങ്ക് ഫയലിനെ കുറിച്ച് ഞാനിപ്പോൾ നിലവിലെ മാർക്കറ്റിലുള്ള റാങ്ക് ഫയലിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിലവിൽ സൈലത്തിന് HSAയുടെ റാങ്ക് ഫയൽ ഇല്ല. മാർക്കറ്റിൽ ഏറ്റവും നല്ല റാങ്ക് ഫയൽ ഏതാണോ എന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഇൻഫോം ചെയ്യാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ സെറ്റല്ലേ? ബഹുമാനമുള്ള ടീച്ചർമാരെ, നമ്മൾ സെറ്റല്ലേ? നമ്മൾ തുടങ്ങിയല്ലേ? നിങ്ങൾ റെഡിയാണോ? ഒന്ന് പറയടാ മക്കളെ, മുത്തുമണിയാളെ പറ, റെഡിയാണോ? സെറ്റല്ലേ? കൂടെ ഉണ്ടാവൂലേ? കൂടെ ഉണ്ടാവൂലടാ. ഓക്കെ, ഇനി ഒരു നെഗറ്റീവായ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ ബഹുമാനമുള്ള ടീച്ചർമാരെ. ഒരു നെഗറ്റീവ് ചിന്ത, കാരണം നിങ്ങളൊക്കെ PGയും BEdും അല്ലെങ്കിൽ ഡിഗ്രിയും BEdും കാറ്റഗറി 3യും സെറ്റൊക്കെ ഉള്ള ടീച്ചർമാരാണ്. നിങ്ങളൊന്നും ഉപദേശിക്കാൻ ഞാൻ ആളല്ല, അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയണ, ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ മനസ്സിൽ കയറരുത്. എനിക്ക് HS കിട്ടുമോ, എനിക്ക് ജോലി കിട്ടുമോ, എനിക്കൊരു സർവീസ് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത വരാനേ പാടില്ല മക്കളെ. നമ്മൾ എക്സ്പേർട്ട് ഏതിലാ? ഇംഗ്ലീഷിലാണ് നമ്മൾ എക്സ്പേർട്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഡിഗ്രി എടുത്തോ, ഇംഗ്ലീഷിൽ BEd എടുത്തോ, ഇംഗ്ലീഷിൽ PG എടുത്തോ, ഇനി PG ഇല്ലാത്തൊരു PG എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ എക്സ്പേർട്ടായി മാറുക. എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അധ്വാനിക്കുന്നത് എന്തിനാ?
നമുക്കൊരു ജോലി എന്തിനാ? എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്നുള്ളത് ക്യാഷാണ്. അതല്ലാന്ന് ആർക്കും പറയാൻ പറ്റൂല. ക്യാഷാണ്, സർവീസ് അല്ല. എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം ക്യാഷാണ്. അല്ലേ? അല്ലേ? ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി വേണം, ഒരു പെർമനന്റ് ഇൻകം വേണം. എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ, എൻ്റെ അച്ഛനെ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉപ്പാനെ ഉമ്മാനെ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ അച്ഛനമ്മനെ ഒരാളുടെയും ഔദാര്യമില്ലാതെ എനിക്ക് അവരെ നോക്കാൻ പറ്റണം. ഇതിനല്ലേ നമുക്കൊരു ജോലി? എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം ക്യാഷാണ്. അല്ലാന്നൊന്നും പറയാൻ പറ്റൂല, ക്യാഷ് തന്നെയാണ്. അപ്പം നമ്മൾ എക്സ്പേർട്ട് ആവുക, എനിക്ക് അത്രേ ഉള്ളൂ. നമ്മളൊന്ന് എക്സ്പേർട്ട് ആയാൽ, നമ്മളെ സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആയാലും മക്കളെ, ഏതൊരു ജോലി അങ്ങനെ തന്നെയല്ലേ? ഏതൊരു ജോലി, സാധാ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാള്, ഒരു പടവിന് പോകുന്ന ഒരാള് അല്ലേ, ആ പടവിന് പോകുന്ന ആള് തൻ്റെ ജോലിയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ജോലി കിട്ടും. ഒരുപാട് എന്ത് ചെയ്യും, കോൺട്രാക്ടേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുപോകും, ഒരുപാട് ജോലി കിട്ടും. നമ്മളിങ്ങനെ തണുത്തിരിക്കാൻ പാടില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വരിക. എനിക്ക് അത്ര എന്നെ കേൾക്കുന്ന കേരളത്തിലെ ഇംഗ്ലീഷ് അധ്യാപകന്മാരോട് പറയാനുള്ളത്, നിലവിൽ നിൽക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുക. കുറച്ച് ശ്രമിക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടി വരും, കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും, നല്ലോണം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിയാണ്, മനസ്സിലായ? എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഫാത്തിമ ടീച്ചറോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും, ആര്യ ടീച്ചറോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും, നസീബ ടീച്ചറോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും, ആബിദ ടീച്ചർ പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ എന്ന് ആളുകൾ ഇങ്ങനെ പറയണം. അതാണ് വേണ്ടത്. മുഹമ്മദ് ഫാരിസിനോട് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വ്യക്തമായിട്ട് പറയും എന്ന് ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഞാൻ അതിൽ എക്സ്പേർട്ടായി പ്രൂവ് ചെയ്യണം. അതാ വേണ്ടത്, അതാണ് വേണ്ടത്. എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവരും നമ്മുടെ സബ്ജക്റ്റിൽ നമ്മളൊക്കെ ഇംഗ്ലീഷുകാരാണ്. ഞാൻ ഇംഗ്ലീഷാണ്, നിങ്ങൾ ഇംഗ്ലീഷാണ്, ഒക്കെ ഇംഗ്ലീഷാണ്. നമ്മൾ അതിലൊന്ന് സ്ട്രോങ് ആയിട്ട് വന്നാൽ നമ്മൾ ചോദിക്കുന്ന പൈസ കിട്ടും. അത്രേ ഉള്ളൂ, നമ്മൾ ചോദിക്കുന്ന പൈസ. അതാ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, അല്ലാതെ നമ്മളൊരു ഔദാര്യത്തിൽ ജീവിക്കേണ്ട ആൾക്കാരൊന്നല്ല. നമ്മൾ ഒരാൾ പറഞ്ഞു കേട്ടിങ്ങനെ ഓംബ്ര അങ്ങനെ അനുസരിച്ച് അങ്ങനെ എന്താ വിനയത്തോടു കൂടി ജീവിക്കേണ്ട സാഹചര്യങ്ങളൊന്നും അല്ല നമുക്കുള്ളത്. നമുക്ക് ദൈവം അനുഗ്രഹിച്ചൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തി നമ്മൾ കലാം പറഞ്ഞ പോലെ യുണീക്ക് ആവുക, അത്രേ ഉള്ളൂ. യുണീക്ക്, മനസ്സിലായ? മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞില്ലേ, ഇഫ് യു can't fly, then you run. If you can't run, then you walk. If you can't walk, then you crawl. But whatever you do, you have to keep moving forward. അല്ലേ? If you can't fly, നിങ്ങൾക്ക് പറക്കാൻ പറ്റുന്നില്ലെങ്കിൽ then you run, നീ ഓടിക്കോ. If you can't run, ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ then you walk, നീ നടന്നോ. If you can't walk, നിങ്ങൾ നടക്കാൻ പറ്റില്ലെങ്കിൽ then you crawl, നീ എഞ്ഞോ. But whatever you do, you have to keep moving forward. എന്ത് ചെയ്താലും മുന്നോട്ട് തന്നെ പോണം. അതാ വേണ്ടേ. കഴിഞ്ഞതൊക്കെ മറക്കുക. കഴിഞ്ഞ എക്സാമിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരിക്കണ്ട. കഴിഞ്ഞത് മറക്ക്. നമുക്ക് നല്ലതിനായിരിക്കും, എല്ലതും നല്ലതിനായിരിക്കും. എല്ലാം മറക്കുക. ഇനി വരാനിരിക്കുന്നത് ചിന്തിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതെ, UPSന് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇനി HSA റിലാക്സ് ചെയ്ത് പഠിക്കുക. അതന്നെ ഏറ്റവും ഈസി ആയിട്ട്
PSC ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ടീച്ചിങ് എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. അത് അവരവരുടെ സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാനാണ് ഏറ്റവും ഈസി. അവരവരുടെ സബ്ജക്റ്റ്. എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ HSIയുടെ കിക്ക് ഓഫ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് തൊട്ട് കോണ്ടന്റ് ക്ലാസ് ആയിരിക്കും. നമുക്ക് കാണാം. ചാനലുകൾ ഉണ്ടാകും. സൈലം HSI ഇംഗ്ലീഷിന് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഐ ആം റെഡി എന്നൊരു കമന്റ് ചെയ്തേ. എല്ലാവരും ഐ ആം റെഡി എന്നൊന്ന് കമന്റ് ചെയ്തേ. എനിക്കത് കാണണം. ഞാൻ റെഡിയാണ് മാസ്റ്റേ, ഞാൻ റെഡിയാണ് എന്ന് കമന്റ് ചെയ്യേ. ഒന്ന് കമന്റ് ചെയ്ത് തീയും വരട്ടെ. തീ ഇട്. ഓക്കെ പോരാ. ഐ ആം റെഡി എന്ന് പറഞ്ഞാണ് തീ വേണം. ഈ തീ പരീക്ഷ കഴിയുന്നത് വരെ ആളിക്കത്തണം. എന്താ തീ കാണില്ലേ? തംസപ്പല്ല തീ. ബിമിനിട്ടാണ് തീ. ഈ തീ ആളിക്കത്തണം. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുക. ഇതാണ് വേണ്ടത്. അപ്പൊ ഹാപ്പി അല്ലേ? ഇതാണ് വേണ്ടത്. താങ്ക് യു. താങ്ക് യു. ഹാപ്പി. കൂടെ ഉണ്ടാവും ട്ടോ. സൈലം കൂടെ ഉണ്ടാകും. വിശിഷ്യ അധ്യാപകരും കൂടെ ഉണ്ടാകും ട്ടോ. ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. അങ്ങനെ ഫുൾ ഹാപ്പി കൂടെ ഉണ്ടാകും ഉറപ്പായിട്ടും. ഓക്കെ, നല്ലൊരു ടീച്ചറായിട്ട് മാറുക. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ട ആനന്ദ് മാഷ്, എൻ്റെ GP ടീച്ചർ, അതേപോലെ തന്നെ നിത ടീച്ചർ, ആര്യ ടീച്ചർ, എൻ്റെ മക്കൾ ഇങ്ങനെ പറയണം. കീർത്തന ടീച്ചർ, അങ്ങനെ പ്രിൻസ ടീച്ചർ അല്ലേ? മനസ്സിലായ? ശരണ്യ, സുഭശ്രീ ടീച്ചർ, രശ്മി ടീച്ചർ, അങ്ങനെ മക്കൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വിജിന ടീച്ചർ മതി, ഞങ്ങൾക്ക് രശ്മി ടീച്ചർ മതി, ശുഭശ്രീ ടീച്ചർ മതി എന്നൊക്കെ മക്കൾ ഇങ്ങനെ പറയണം. അതന്നെ പോരെ. പിന്നെ ഇനി എന്താ വേണ്ട ജീവിതത്തിൽ? നല്ല ടീച്ചർമാരായി മാറുക, നല്ല കോണ്ടന്റ് ഉള്ള അധ്യാപകരായിട്ട് മാറുക, നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുക, നല്ല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എനിവേ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഒരുമിച്ച് ഈ HS അടിക്കും. തീർച്ചയായിട്ടും HS അടിക്കും ട്ടോ. അപ്പൊ ഇന്നത്തെ സെഷൻ അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എല്ലാവരും എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഓരോ ടോപ്പിക്കിനും നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാനിവിടെ ചോദിക്കും. എന്നിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കും. പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫീഡ്ബാക്ക് തരും, പഠിക്കുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചു പറയും. ആ കുട്ടി നിമിഷ ടീച്ചർ HSI ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ട്, കുട്ടി ക്ലാസ് കാണുന്നില്ല, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും, അറിയിക്കും. ഉറപ്പായിട്ട് അറിയിക്കും. വെറുതെ അതിന് നിൽക്കണ്ട. അപ്പം നല്ല നിലയ്ക്ക് നന്നായിട്ട് പഠിക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നാളെയും ടൈമാണോ എന്ന് അത് അറിയിക്കും. ടൈം ടേബിൾ അറിയിക്കും കേട്ടോ. മെൻറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു. എന്നാ ഞാൻ പോട്ടെ. എന്നാ പൊക്കോട്ടെ. നിങ്ങളെല്ലാവരും റെഡിയാണ്. ഓക്കെ, എൻ്റെ ബഹുമാനമുള്ള അധ്യാപകരെ, ഞാൻ ഇറങ്ങുന്നു.